ഇന്നത്തെ കാലത്ത് ഏവരുടെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഉപാധിയാണ് ഇൻഷുറൻസ് പദ്ധതികൾ. ആകസ്മികമായി നേരിടുന്ന തിരിച്ചടികളിൽ നിന്നും സാമ്പത്തികമായി കരകയറുന്നതിനും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും ഇൻഷുറൻസ് സ്കീമുകൾ സഹായിക്കുന്നു. എന്നാൽ മിക്കവരും ഒന്നിലധികം ഇൻഷുറൻസ് പോളിസികൾ സ്വന്തമാക്കിയിട്ടുള്ളവരാണ്. ഇതിൻ്റെയൊക്കെ പേപ്പർ രൂപത്തിലുള്ള രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നത് ശ്രമകരവുമാണ്. ഏതെങ്കിലും വിധത്തിൽ പോളിസിയുമായി ബന്ധപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ കഴിയാത്തവണ്ണം നഷ്ടമാകുകയോ മറ്റോ ചെയ്താൽ ഇൻഷുറൻസിൻ്റെ പ്രയോജനങ്ങളും ആനുകൂല്യവുമൊക്കെ അന്യമാകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമെന്ന നിലയിൽ 2024 ഏപ്രിൽ മാസം മുതൽ ഈ ഇൻഷുറൻസ് അക്കൗണ്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. എന്താണ് ഈ ഇൻഷുറൻസ് അക്കൗണ്ട്? എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? എല്ലാം വിശദമായി നോക്കാം. ആദ്യമായി, എന്താണ് ഈ ഇൻഷുറൻസ് അക്കൗണ്ട്? ഇൻഷുറൻസ് പോളിസികൾ ഡിജിറ്റൽ രൂപത്തിൽ വാങ്ങുന്നതിനും ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഇലക്ട്രോണിക് രൂപത്തിൽ അവ കൈകാര്യം ചെയ്യുന്നതിനും സൗകര്യമൊരുക്കുന്ന സംവിധാനമാണ് ഈ ഇൻഷുറൻസ് അക്കൗണ്ട്. ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണമാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ലളിതമായി പറയാം. ഓഹരികൾ വാങ്ങുന്നതിനുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾക്ക് സമാനമായ പ്രവർത്തന രീതിയാണ് ഇനി മുതൽ ഇൻഷുറൻസ് മേഖലയിൽ സംഭവിക്കുന്നത്. അതായത് 2024 ഏപ്രിൽ 1 മുതൽ ഡിജിറ്റൽ രൂപത്തിലാകും പുതിയ ഇൻഷുറൻസ് പോളിസികൾ അനുവദിക്കുക എന്നത് ചുരുക്കം. ഇതിനായി ഓരോ ഉപഭോക്താക്കൾക്കും ഈ ഇൻഷുറൻസ് അക്കൗണ്ട് ആരംഭിക്കേണ്ടതായുണ്ട്. ഇതിലായിരിക്കും ഡിജിറ്റൽ രൂപത്തിൽ ലഭിക്കുന്ന ഇൻഷുറൻസ് പോളിസി ഉപഭോക്താവിൻ്റെ പേരിൽ സൂക്ഷിക്കപ്പെടുക. ഈ അക്കൗണ്ടിലൂടെ ഒരു ഉപഭോക്താവിൻ്റെ ലൈഫ്, ഹെൽത്ത്, ജനറൽ പോലെയുള്ള എല്ലാവിധ ഇൻഷുറൻസ് പോളിസികളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ വേഗത്തിൽ പോളിസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും പേപ്പർ വർക്കുകൾ കുറയ്ക്കുന്നതിനും അനായാസമായി പോളിസികൾ കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ സാധിക്കുന്നു. ഇൻഷുറൻസ് പോളിസികൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്നതിനും ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനായി IRDA 4 ഇൻഷുറൻസ് റെപ്പോസിറ്ററികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഫിസിക്കൽ ഫോം കൈവശം വെക്കാൻ സാധിക്കുമോ? പഴയ പോളിസികൾ പേപ്പർ രൂപത്തിൽ അഥവാ ഫിസിക്കൽ ഫോമിൽ കൈവശം വെക്കുന്നതിന് ഇനിയും തടസ്സമില്ല. അതുപോലെ ഈ ഇൻഷുറൻസ് സംവിധാനത്തിന് കീഴിൽ ഫിസിക്കൽ ഫോമിലുള്ള ഇൻഷുറൻസ് പോളിസികൾ കൈവശം വെക്കണം എന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് അതിനുള്ള അവസരം തുടർന്നും ലഭ്യമാകുന്നുണ്ട്. ആവശ്യമെങ്കിൽ അസാധാരണ സാഹചര്യങ്ങളിൽ ഉപഭോക്താവിന് പേപ്പർ രൂപത്തിലുള്ള ഇൻഷുറൻസ് പോളിസി രേഖകൾ അനുവദിക്കണമെന്ന് IRDA വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഇൻഷുറൻസ് വാങ്ങുന്ന വേളയിൽ പേപ്പർ രൂപത്തിലുള്ള പോളിസി രേഖകൾ അനുവദിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികളോട് ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടാനും സാധിക്കും. പ്രപ്പോസൽ ഫോം പൂരിപ്പിക്കുന്ന വേളയിൽ അക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇൻഷുറൻസ് കമ്പനിയോട് പിന്നീടും പേപ്പർ രൂപത്തിലുള്ള പോളിസി രേഖകൾ നൽകണമെന്ന് ഉപഭോക്താവിന് ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. ചുരുക്കത്തിൽ, പോളിസി ഉടമകൾക്ക് ഫിസിക്കൽ രൂപത്തിലും ഡിജിറ്റൽ രൂപത്തിലും ഇൻഷുറൻസ് പോളിസി രേഖകൾ കൈവശം വെക്കാനുള്ള അവസരം ഇനിയും ലഭ്യമാകുന്നുവെന്ന് സാരം. എങ്ങനെ അക്കൗണ്ട് തുറക്കാനാകും? പ്രധാനമായും 2 രീതിയിലാണ് ഈ ഇൻഷുറൻസ് അക്കൗണ്ട് ആരംഭിക്കാൻ കഴിയുക. 1, പുതിയതായി ഇൻഷുറൻസ് പോളിസി വാങ്ങുന്ന വേളയിൽ. 2, നിലവിലെ പോളിസികൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ. ഇതിൽ പുതിയ പോളിസി വാങ്ങുന്ന വേളയിൽ ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാകും ഉപഭോക്താവിൻ്റെ പേരിൽ ഈ ഇൻഷുറൻസ് അക്കൗണ്ട് ആരംഭിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുക. അതേസമയം പഴയ പോളിസി രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഇൻഷുറൻസ് അക്കൗണ്ട് ആരംഭിക്കുന്നതിന് ഏതെങ്കിലും ഇൻഷുറൻസ് റെപ്പോസിറ്ററി സ്ഥാപനത്തിൻ്റെ പോർട്ടലിൽ നിന്നും ഫോം ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായ KYC രേഖകളും ചേർത്ത് ഇൻഷുറൻസ് റെപ്പോസിറ്ററിക്ക് സമർപ്പിച്ചാൽ പോളിസി ഉടമകൾക്ക് സ്വന്തം നിലയിലും ഈ ഇൻഷുറൻസ് അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കലൊരു ഈ ഇൻഷുറൻസ് അക്കൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിൻ്റെ കൈവശമുള്ള എല്ലാ കമ്പനികളുടെയും ഇൻഷുറൻസ് പോളിസികൾ ഇതിലേക്ക് ചേർക്കാൻ കഴിയുമെന്നതാണ് പ്രധാന സവിശേഷത. ഇതിനായി IRDA സജ്ജമാക്കിയ iTrust എന്ന സംവിധാനം പോളിസികളുടെ ഇരട്ടിപ്പുണ്ടാകാതെ പരിപാലിക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു ഈ ഇൻഷുറൻസ് അക്കൗണ്ടിലൂടെ വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ നിരവധി പോളിസികൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ഉപഭോക്താവിന് സാധിക്കുമെന്ന് ചുരുക്കം. അതേസമയം ഒരു ഉപഭോക്താവിന് ഒന്നിലധികം ഷെയർ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഒരേ സമയം കൈവശം വെക്കാൻ കഴിയുമെങ്കിലും ഒരു ഉപഭോക്താവിന് ഒരു ഈ ഇൻഷുറൻസ് അക്കൗണ്ട് മാത്രമേ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പുതിയ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വേളയിൽ കമ്പനികൾ സൗജന്യമായാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്കായി ഈ ഇൻഷുറൻസ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഇതിനായി വരുന്ന 35-40 രൂപയുടെ ചെലവ് ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാണ് വഹിക്കുന്നത്. ഈ ഇൻഷുറൻസിൻ്റെ നേട്ടങ്ങൾ. പോളിസി ഉടമകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിരവധി നേട്ടങ്ങളാണ് ഈ ഇൻഷുറൻസ് അക്കൗണ്ടിലൂടെ കരഗതമാകുന്നത്. പോളിസി ഉടമകളെ സംബന്ധിച്ച് വിവിധ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും തങ്ങളുടെ പേരിലെടുത്തിട്ടുള്ള നിരവധി പോളിസികൾ ഒരിടത്ത് തന്നെ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും സഹായിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ ഗുണഫലം. കൂടാതെ ഫയലുകൾ ക്ലെയിം ചെയ്യുന്നതിനും പ്രീമിയം അടയ്ക്കുന്നതിനും പുതിയ പോളിസി വാങ്ങുന്നതിനുമൊക്കെ ഈ ഇൻഷുറൻസ് അക്കൗണ്ട് സഹായിക്കും. അതുപോലെ പോളിസി പുതുക്കുന്നതിനുള്ള സമയത്തിന് മുന്നോടിയായി അറിയിപ്പുകളും ലഭിക്കും. ഇതിലൂടെ പോളിസികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്രീകൃതമായി ശേഖരിക്കാനും പോളിസികളുടെ പ്രീമിയം മുടക്കം വരുത്താതെ പുതുക്കാനും കഴിയും. കൂടാതെ പുതിയ പോളിസി വരുമ്പോൾ KYC നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും സഹായിക്കും. അതേസമയം പേപ്പർ രൂപത്തിലുള്ള പോളിസി രേഖകൾ കൈവശം വരികയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥകൾ ഒഴിവാക്കാൻ ഈ ഇൻഷുറൻസ് അക്കൗണ്ടിലൂടെ സാധിക്കുമെന്നതിനാൽ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് ആനുകൂല്യം വേഗത്തിൽ ലഭ്യമാകാൻ സഹായിക്കുന്നു.
ചുരുക്കത്തിൽ സൗകര്യപ്രദമായും സുരക്ഷിതമായും ഇൻഷുറൻസ് പോളിസികൾ കൈകാര്യം ചെയ്യുന്നതിന് ഈ ഇൻഷുറൻസ് അക്കൗണ്ടിലൂടെ വേഗത്തിൽ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.